നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോർവേ ടൂർണമെൻറ്റിൻ്റെ മൂന്നാമത്തെ റൗണ്ടിൽ പ്രജ്ഞാനന്ദ കാൾസനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. എന്തുകൊണ്ടാണ് കാൾസന് ഇത്രയും വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രജ്ഞാനന്ദയും കാൾസനുമുള്ള മത്സരം ലോകത്തിലെ എല്ലാ ചെസ് പ്ലെയേഴ്സും ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയാണ്. നമുക്ക് ഗെയിമിലേക്ക് പ്രവേശിക്കാം. E4, C5, Sicilian defense, Knight F3, E6, D4, C cross D4, N cross D4. ഇപ്പോൾ കാൾസന് D6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യനിര നിയന്ത്രിക്കുകയോ നൈറ്റ് C6, നൈറ്റ് F6 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് നൈറ്റുകളെ ഡെവലപ്പ് ചെയ്യുകയോ ബിഷപ്പ് C5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ D4-ലിരിക്കുന്ന നൈറ്റിന് ഒരു ആക്രമണം നൽകുകയോ ചെയ്യാമായിരുന്നു. പോൺ A6, കാൾസൻ A6 എന്ന നീക്കം നടത്തിക്കൊണ്ട് BB5 അല്ലെങ്കിൽ NB5 എന്നീ നീക്കങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. ബിഷപ്പ് D3 വളരെ പെട്ടെന്ന് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കിങ് സൈഡിലേക്ക് ഒരു കാസ്ലിംഗ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്യൂൺ C7, QC7 എന്ന നീക്കത്തിന് പകരം ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് BC5 എന്ന നീക്കം നടത്തിക്കൊണ്ട് D4-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുകയും പിന്നീട് നൈറ്റ് B3 എന്ന നീക്കം നടക്കുകയാണെങ്കിൽ ബിഷപ്പ് A7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ വളരെ നല്ല ഒരു സ്ക്വയറിലെത്തിക്കാമായിരുന്നു. എന്നാൽ ഓപ്പണിംഗ് തിയറികളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കാൾസൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ബിഷപ്പുകളും നൈറ്റുകളും ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രാധാന്യം നൽകാതെ ബ്ലാക്കിൻ്റെ മേജർ പീസായിട്ടുള്ള ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് C7 എന്ന നീക്കം നടത്തുന്നു. വൈറ്റ് കിങ് സൈഡ് കാസ്ലിംഗ്, നൈറ്റ് F6, ബ്ലാക്കിൻ്റെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ക്യൂൻ E2, പോൺ D6, D6 എന്ന നീക്കം നടത്തുന്നതിന് പകരം D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ചിന് ബ്ലാക്കിന് തയ്യാറാവാമായിരുന്നു. അല്ലെങ്കിൽ ബിഷപ്പ് E7 എന്ന നീക്കം നടത്തിക്കൊണ്ട് കാസ്ലിംഗ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് പിന്നീട് BG7 കാസ്ലിംഗ് എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുകയും റൂക്കിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. C4, D5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം പ്രജ്ഞാനന്ദ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നു. D5 എന്നൊരു നീക്കം ഭാവിയിൽ വരും എന്നുള്ളത് പ്രജ്ഞാനന്ദയ്ക്ക് അറിയാം. നൈറ്റ് D7 എന്ന നീക്കത്തേക്കാൾ ഈ ഒരു പൊസിഷനിൽ പ്രാധാന്യം നൽകേണ്ടത് ബിഷപ്പ് E7 എന്ന നീക്കം നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കിങ്ങിനെ കാസ്ലിംഗ് ചെയ്ത് സേഫ് ആക്കുക എന്നുള്ളതാണ്. നൈറ്റ് C3 എന്ന നീക്കത്തിന് പകരം പോൺ F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് E5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റിന് സ്വന്തമാക്കാമായിരുന്നു. ബ്ലാക്കിൻ്റെ നൈറ്റ് D7-ലിരിക്കുന്ന സമയത്ത് ബ്ലാക്കിൻ്റെ പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കുറച്ച് താമസം നേടുകയും ചെയ്യുമായിരുന്നു. നൈറ്റ് E5, F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുകയാണെങ്കിൽ നൈറ്റ് G4 എന്ന നീക്കം നടത്തുവാനുള്ള ഒരു സാധ്യത പ്രജ്ഞാനന്ദ മുന്നിൽ കാണുന്നു. പോൺ H3, G4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റ് സ്വന്തമാക്കുന്നു. പോൺ B6 എന്ന നീക്കത്തിന് പകരം ബിഷപ്പ് E7 എന്ന നീക്കം നടത്തിക്കൊണ്ട് കാസ്ലിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിഷപ്പ് D7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാമായിരുന്നു. F4, നൈറ്റ് ക്രോസ് D3, ക്യൂൻ ക്രോസ് D3. ബ്ലാക്കിൻ്റെ പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് താമസം നേരിടും എന്നറിയാവുന്ന പ്രജ്ഞാനന്ദ ഡെവലപ്പ് ചെയ്ത പീസുകളെ വളരെ പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ചെസ് ബോർഡിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നു. ബിഷപ്പ് B7, പോൺ F5, ക്യൂൻ D7. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ E4-ലിരിക്കുന്ന പോണിനെ നൈറ്റും ബിഷപ്പും ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നു. എന്നാൽ C3-ലിരിക്കുന്ന നൈറ്റും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് E4-ലിരിക്കുന്ന പോണിന് സപ്പോർട്ട് ചെയ്യുവാനും സാധിക്കുന്നു. എന്നാൽ QD7 എന്ന നീക്കത്തിന് പകരം E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുകയായിരുന്നു എങ്കിൽ റൂക്ക് C8 എന്നൊരു നീക്കം ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും.
C2-ലിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് E3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുവാനും സാധിക്കുന്നു. ബിഷപ്പ് G5 ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് E7 റൂക്ക് D1 റൂക്ക് C8. റൂക്ക് C8 എന്ന നീക്കത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ബ്ലാക്ക് കാസ്ലിംഗ് ചെയ്യുന്നതിനായിരുന്നു. കാസ്ലിംഗ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്കിൻ്റെ റൂക്ക് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം മധ്യഭാഗത്തിരിക്കുന്ന കിങ്ങിനെ കാസ്ലിംഗ് ചെയ്ത് സേഫാക്കുവാനും സാധിക്കുമായിരുന്നു. Q1 E2 E5 ബിഷപ്പ് ക്രോസ് F6 ബിഷപ്പ് ക്രോസ് F6. മിഡിൽ ഗെയിമിൽ പൂർണ്ണമായും വൈറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ഡെവലപ്പ് ചെയ്ത പീസുകളെ പരസ്പരം വെട്ടിയെടുക്കുന്നതിനാണ് വൈറ്റ് പ്രാധാന്യം നൽകുന്നത്. ബിഷപ്പ് ക്രോസ് F6 എന്ന നീക്കം നടത്തുമ്പോൾ പോൺ ക്രോസ് D4 എന്ന നീക്കമാണ് ബ്ലാക്ക് നടത്തുന്നത് എങ്കിൽ ബിഷപ്പ് ക്രോസ് G7 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുകയും റൂക്ക് G8 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് D4-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയും ചെയ്യാമായിരുന്നു. ആ നീക്കം മുന്നിൽ കണ്ടതുകൊണ്ടാണ് കാൾസൺ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുക്കാതെ വൈറ്റിൻ്റെ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നത്. നൈറ്റ് C2 Queen C6 ബ്ലാക്കിൻ്റെ E4-ലിരിക്കുന്ന പോണിനെയും C4-ലിരിക്കുന്ന പോണിനെയും ഒരേ സമയം ആക്രമിക്കുന്നു. ബ്ലാക്കിൻ്റെ ബിഷപ്പിൻ്റെ മുൻപിലാണ് ക്യൂനിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ E4-ലിരിക്കുന്ന പോണിനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ കാൾസന് സാധിക്കില്ല. നൈറ്റ് E3 എന്ന നീക്കം നടത്തിക്കൊണ്ട് C4-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുകയും D5 എന്ന സ്ക്വയറിലേക്ക് നൈറ്റും കൊണ്ട് ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. BG5 എന്ന നീക്കം നടത്തുമ്പോൾ E3-ലിരിക്കുന്ന നൈറ്റിനെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുവാൻ സാധിക്കുന്നു. കിങ് G1 BG5 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത് നൈറ്റ് D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ സംരക്ഷിക്കും എന്നായിരുന്നു. എന്നാൽ Queen C5 എന്നൊരു നീക്കം മുൻപിൽ കണ്ടതുകൊണ്ടാണ് കിങ് H1 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെ സംരക്ഷിക്കുന്നു. ബിഷപ്പ് ക്രോസ് E3 Queen ക്രോസ് E3 പോൺ F6 വൈറ്റിൻ്റെ F5-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് F6 എന്ന നീക്കം നടത്തും എന്നുള്ളത് കൊണ്ടാണ് ബ്ലാക്ക് F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ F6 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. പോൺ B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് C4-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നു. പോൺ B5 നൈറ്റ് D5 എന്ന നീക്കം നടത്തുമ്പോൾ E4-ലിരിക്കുന്ന പോൺ സംരക്ഷിക്കപ്പെടുന്നു. Queen C5 ബ്ലാക്ക് ഒരു ക്യൂൻ എക്സ്ചേഞ്ചിന് തയ്യാറാകുന്നു. Queen F3 പ്രഗ്നാൻഡ ക്യൂൻ എക്സ്ചേഞ്ച് ഓഫർ നിരസിക്കുന്നു. B ക്രോസ് C4 Queen H5 പ്ലസ് കിങ് F8 റൂക്ക് F3 എന്ന നീക്കം നടത്തിക്കൊണ്ട് B3-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. മാത്രമല്ല C ക്രോസ് B3 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ റൂക്ക് C3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിന് ഒരു ആക്രമണം നൽകാൻ കൂടി വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് ക്രോസ് D5 C3 എന്ന സ്ക്വയർ നിയന്ത്രിക്കുന്ന നൈറ്റിനെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കുന്നു. റൂക്ക് ക്രോസ് D5 റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്ലാക്കിൻ്റെ ക്യൂനിന് ഒരു ആക്രമണം കൂടി നേരിടേണ്ടി വരുന്നു. Queen B6 എന്ന നീക്കം നടത്തുന്നതിനേക്കാൾ ഒരു അറ്റാക്കിംഗ് മൂവായി തോന്നുന്നത് Queen B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് E1 ഒരു ചെക്ക് നൽകുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതോടൊപ്പം E4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ Queen A3 എന്ന നീക്കം നടത്തിക്കൊണ്ട് Queen C1 എന്ന ഒരു ചെക്ക് നൽകുവാനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാമായിരുന്നു. B ക്രോസ് C4 റൂക്ക് ക്രോസ് C4 റൂക്ക് B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂനിനെ ആക്രമിക്കുന്നു. റൂക്ക് B4 വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുമ്പോൾ ക്യൂൻ മറ്റൊരു നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ചെസ് ബോർഡിലെ വളരെ മനോഹരമായ B5-ൻ്റെ നിയന്ത്രണം റൂക്കിനെ ഏറ്റെടുക്കാമായിരുന്നു. എന്നാൽ റൂക്ക് B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് ആ നീക്കത്തെ പ്രതിരോധിക്കുന്നു. റൂക്ക് D3 റൂക്ക് ക്രോസ് B3 എന്ന നീക്കം നടത്തുമ്പോൾ വീണ്ടും ബ്ലാക്കിൻ്റെ ക്യൂനിനെ ആക്രമിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു.
ക്യൂൻ C7. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ നോക്കുന്ന സമയത്ത് ബ്ലാക്കിന് ഒരു പോൺ കൂടുതലുണ്ടെങ്കിൽ പോലും ഓപ്പണിങ്ങിൽ ബ്ലാക്ക് ക്യാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുകയും റൂക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനും അലംഭാവം കാണിച്ചതുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്ക് പൂർണ്ണമായും ഒരു ഡെഡ് പീസായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല വൈറ്റിന് ഒരു പോൺ കുറവാണെങ്കിൽ പോലും വളരെ മനോഹരമായ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിച്ചിരിക്കുന്നു. വൈറ്റ് ബ്ലാക്കിൻ്റെ ഡെവലപ്പായ എല്ലാ പീസുകളും വെട്ടിയെടുത്ത സമയത്ത് ചെസ് ബോർഡിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സ്വന്തമാക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ക്യൂൺ D1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ QC1 പ്ലസ് എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. കാരണം അവിടെ ഒരു ഡ്രോ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ക്യൂൺ C1 പ്ലസ് KH2 BF4 പ്ലസ് എന്ന നീക്കം ബ്ലാക്കിന് ലഭിക്കുമായിരുന്നു. അത് ബ്ലോക്ക് ചെയ്തു. ആ ഒരു നീക്കം ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്യൂൺ D1 എന്ന നീക്കം വളരെ പെട്ടെന്ന് തന്നെ വൈറ്റ് നടത്തിയിട്ടുള്ളത്. പോൺ G6. ബ്ലാക്കിൻ്റെ കിങ് ഒരു ചെക്ക് മേറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് G6 എന്ന നീക്കം നടത്തിയിട്ടുള്ളത്. ക്യൂൻ B1. ഈ ഒരു നീക്കത്തോടു കൂടി തന്നെ കാൾസന് റിസൈൻ ചെയ്യാവുന്ന ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം B5ൻ്റെ നിയന്ത്രണം മുഴുവനായും വൈറ്റിന് ലഭിക്കുന്നു. അപ്പോൾ റൂക്ക് B8 എന്ന ഒരു ചെക്ക് നൽകുകയാണെങ്കിൽ കിങ് 7th റാങ്കിലേക്ക് വരികയും അപ്പോൾ ബ്ലാക്കിൻ്റെ ക്യൂനിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പിൻ ചെയ്ത് വയ്ക്കുന്നതിന് വൈറ്റിന് സാധിക്കുന്നു. ക്യൂൻ C5 റൂക്ക് B7. കാൾസൻ 100% തോൽവി സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. G ക്രോസ് F5 കിങ് H2. വൈറ്റിൻ്റെ ക്യൂൻ ഫസ്റ്റ് റാങ്കിൽ നിന്നും മുൻപിലോട്ടു നീക്കം നടത്തേണ്ടി വരുമ്പോൾ ബ്ലാക്കിന് QC1 എന്ന ഒരു ഫോഴ്സ് മൂവ് ലഭിക്കുകയും അത് QF4 എന്ന നീക്കം നടത്തുന്നതോടുകൂടി ഒരു സമനിലയിലെത്തിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് കിങ് H2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോഴ്സ് മൂവിനുള്ള അവസരം വൈറ്റ് നിരസിക്കുന്നത്. റൂക്ക് G1. ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് അവസരം ലഭിക്കുകയാണെങ്കിൽ KG7 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെ H8 എന്ന സ്ക്വയറിൽ സംരക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ക്യൂൻ B3. QB3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂൻ F7 പ്ലസ് എന്ന ഒരു മേറ്റിംഗ് ത്രെട്ട് നൽകുവാൻ വൈറ്റിന് സാധിക്കുന്നു. പോൺ D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് ആ ഒരു നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് ക്രോസ് H7. ഈ ഒരു നീക്കത്തോടു കൂടി ബ്ലാക്ക് തോൽവി സമ്മതിക്കുന്നു. ഈ ഗെയിം പ്രഗ്നാനന്ദ കാൾസനെതിരെ നിഷ്പ്രയാസം വിജയിക്കുവാനുള്ള കാരണം കാൾസൻ ഒരു ബ്ലിറ്റ്സ് ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ ഓപ്പണിംഗ് പ്രിൻസിപ്പൽ പോലും തെറ്റിച്ചുകൊണ്ടായിരുന്നു നീക്കങ്ങൾ നടത്തിയിരുന്നത്. ഓപ്പണിങ്ങിൽ പീസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ക്യാസ്ലിംഗ് ചെയ്യുന്നതിനും താമസം നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഗെയിം നമ്മുടെ ചെസ് പ്ലേയേഴ്സിന് വേണ്ടി സമർപ്പിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.